എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കുംഭമേളയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഏകദേശം 30 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെ 2 മണിക്ക് ഈ അമൃത സ്നാനം ചെയ്യാൻ വേണ്ടി ഭക്തജനങ്ങൾ തള്ളിക്കയറി ബാരിക്കേഡ് തകർന്നാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഏകദേശം 2, 3, 4 ലക്ഷം ആൾക്കാർ ഒറ്റ ട്രിപ്പിൽ വന്ന് ഈ ബാരിക്കേഡ് തകർന്നാണ് ഈ അപകടമുണ്ടായെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ അപകടത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള ആൾക്കാർ അനുശോചനം അറിയിച്ചിരുന്നു. പക്ഷേ ചില സുഡാപ്പികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും സുഡാപ്പികൾ അവരിപ്പോൾ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കാരണങ്ങൾ. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇത് ശരിക്കും ജനുവരി 13 തുടങ്ങിയതാണ് ഈ കുംഭമേള. ഇന്നേ വരെ കേരളത്തിലെ ഒരു മാധ്യമം, ചില മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കുംഭമേളയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ചില റിപ്പോർട്ടിംഗ് നടത്തിയതല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ റിപ്പോർട്ട് കേരളത്തിലെ ഒരു ചാനൽ, ഒന്ന് രണ്ട് ചാനലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ചാനലുകളും ചെയ്തില്ല. അപ്പോൾ അപകടം ഉണ്ടായപ്പോൾ, ഈ കുംഭമേള ഇന്നലെ അപകടം ഉണ്ടായപ്പോൾ ഭയങ്കര ചർച്ചയായി. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ച ചെയ്തു. അതായത് ഡീറ്റെയിൽഡ് വീഡിയോ റിപ്പോർട്ട് ചെയ്തു ഈ അപകടത്തെക്കുറിച്ചും കുംഭമേളയെക്കുറിച്ചൊക്കെ. അപ്പോൾ അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദി സർക്കാരിനും BJP ഒക്കെയാണ്. അത് യോഗിയുടെ പരാജയമാണ്. യോഗി രാജിവെക്കണം എന്ന് വരെ കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർ വിധി പറഞ്ഞിരിക്കുകയാണ്. ഈ 8 മണി ചർച്ചയിൽ വന്നിട്ട് ഈ കൂട്ടിട്ട മാധ്യമ ജഡ്ജിമാരുണ്ടല്ലോ, അവർ ഇന്ന് വിധി പറഞ്ഞു യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന്. അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കൂടി പരാജയമാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനും ഇത് പങ്കുണ്ട്, BJPക്കും പങ്കുണ്ട് എന്നാണ് ഇവർ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേരളത്തിലെ സുഡാപ്പികളും ഉത്തർപ്രദേശിലെ സുഡാപ്പികളുമാണ്. അതിന് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ചില വിദേശത്തിലെ സുഡാപ്പികളൊക്കെ വീഡിയോ പോസ്റ്റുമായി വന്നിട്ടുണ്ട്. ഇത് കുംഭമേളയല്ല, ഉടുതുണിയൊന്നും ഇല്ലാതെ കഞ്ചാവടിച്ച് നടക്കുന്ന ചില ആൾക്കാരുടെ ഭ്രാന്തന്മാരുടെ ഉത്സവമാണ്, അവരുടെ സംഗമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഓൾറെഡി കുറേ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഉത്തർപ്രദേശ് പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ആയാലും എവിടെ ഇരുന്നാലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണി പുറകെ വരുന്നുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ കഴിഞ്ഞ ദിവസം ഈ തീപിടുത്തം ഉണ്ടായില്ലേ, അതായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം ഉണ്ടായില്ലേ, ആ സമയത്ത് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതായത് യോഗി രാജിവെക്കണം, ഇതെന്തോ അതായത് ഇവർ കുറേ ആൾക്കാർ, കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ടായിരിക്കും തീ പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധിക്ഷേപിക്കുന്ന കമൻറ്റുകളും വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ഇത്തരത്തിലുള്ള ആൾക്കാരെ, അത് കേരളത്തിൽ നിന്ന് ചെയ്ത ആൾക്കാരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ കുറേ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് UPയിൽ. അപ്പോൾ വരുന്ന ഈ കുംഭമേള കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കുംഭമേള നടക്കുന്നതിനിടയിൽ തന്നെ ചില പിമാർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി ഒരു സംഭവമാണ് ഇന്നും നടന്നിരിക്കുന്നത്. അതായത് ഈ അപകടം ഉണ്ടായ ശേഷം കുറേ ആൾക്കാർ ഭയങ്കര ആഹ്ലാദം പ്രകടിപ്പിച്ച്, പ്രത്യേകിച്ച് സുഡാപ്പികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോയും മറ്റ് പോസ്റ്റുകളൊക്കെ ആയിട്ട് നിറയുന്നുണ്ടായിരുന്നു. കേരളത്തിലെ സുഡാപ്പികൾ ആഘോഷം കാണണം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓൺലൈൻ ഡെസ്കിലെ വാർത്തകളുണ്ടല്ലോ, അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ കാണണം. ഇവന്മാർ സ്മൈലിയിട്ട് മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ട സുഡാപ്പികൾ വന്ന്, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വന്ന് ഇവിടെ കമൻറ്റിട്ട് ചിരിച്ച് പറഞ്ഞിട്ട് അവർ ഭയങ്കര സ്മൈലിയിട്ട് ആഘോഷമാണ്. അതായത് എത്ര എണ്ണം തട്ടിപ്പോയി, എത്ര ഭ്രാന്തന്മാർ തട്ടിപ്പോയി, ആ റേഞ്ചിലാണ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉത്തർപ്രദേശിന് പോലീസിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവന്മാർക്കെതിരെ സ്വമേധയാ കേസെടുത്ത് ഇവന്മാർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ആഘോഷിച്ച് ചില അവിടുത്തെ ചില ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില സുഡാപ്പികൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്നാണ് പറയുന്നത്. ഇവന്മാർക്കൊക്കെ പണി വരുന്നുണ്ടെന്ന് യോഗി വാൺ ചെയ്തിട്ടുണ്ട്. യോഗി ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. അതായത് നാഷണൽ മീഡിയ എല്ലാവർക്കും ഇത് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് ഈ അപകടം യോഗി നേരിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യോഗി ഇതായിട്ട് ബിസിയാണ്. പക്ഷേ യോഗിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇവന്മാർക്കുള്ള പണി പുറകെ വരുന്നുണ്ട് എന്നാണ്. പലിശയ്ക്ക് പലിശയും എല്ലാം ചേർത്ത് തിരിച്ചു തരുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും, ഇത് ഇൻറ്റൻഷനലി ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത ഒരു അപകടമാണെങ്കിൽ അവർക്കുള്ള പണി 7 തലമുറ മറക്കാത്ത രീതിയിലുള്ള പണി അവർക്ക് വരുന്നുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിലെന്തെങ്കിലും ആരെങ്കിലും അഭ്യാസം കളിച്ചാണോ, ഇതിലെന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്ന് വെച്ചാൽ അതീവ ക്രൂരമായിരിക്കും. യോഗി ആദിത്യനാഥ് അധികം പറയാറില്ല. അദ്ദേഹം പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 7 തലമുറ മറക്കാത്ത രീതിയിലുള്ള ശിക്ഷ തരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ്
അതിൻ്റെ ഭവിഷ്യത്ത് എന്താ പറയുക താങ്ങാൻ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. അതായത് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന അതുക്കും മേലെയായിരിക്കും പുള്ളി തരാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കുംഭമേള തുടങ്ങുന്ന കാലം തന്നെ, അതായത് 2023 തന്നെ യോഗി ആദിത്യനാഥിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. അന്ന് പുള്ളിക്കൊരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഇത്ര ആൾക്കാർ ഇവിടെ വരും, അപ്പോൾ എന്താ പറയുക ഇത്ര കോടി ആൾക്കാർ 45 കോടി ആൾക്കാർ ഇവിടെ വരും, അപ്പോൾ ഈ ഇവിടുത്തെ സുഡാപ്പികളും അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇവിടെ പ്രശ്നമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ യോഗി ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ മാത്രം ഏകദേശം 10 കോടി ജനങ്ങൾ ഈ അമൃത സ്നാനം ചെയ്യാൻ വന്നിരുന്നു. അതായത് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ, അതായത് അമാവാസ്യയായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ എന്താ പറയുക ആൾക്കാർ ഭക്തജനങ്ങൾക്ക് ഈ സ്നാനം ചെയ്യാൻ വേണ്ടി ഒറ്റയടിക്ക് 10 കോടി ആൾക്കാരൊന്നും ആലോചിച്ച് നോക്കി. ഈ 56,000 ഏക്കർ ഭൂമിയിൽ ഈ 10 കോടി ജനങ്ങൾ വരികയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഈ 10 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ 3.5 കോടിയാണ്. ഈ 3 ഇരട്ടി കേരളത്തിലെ ജനസംഖ്യയുടെ 3 ഇരട്ടി ആ ഒരു സ്ഥലത്ത് പ്രയാഗ്രാജിൽ മാത്രം വന്നു. അപ്പോൾ ഈ രാവിലെ ഈ അമൃത സ്നാനം ചെയ്യാൻ വേണ്ടി ആൾക്കാർ തള്ളിക്കയറതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അതായത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് റിപ്പോർട്ട് യോഗിയുടെ ടേബിളിൽ കിട്ടണം എന്നില്ല, യോഗിയുടെ ടേബിളിൽ എത്തണം എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ CCTV ഫൂട്ടേജും എല്ലാ AI ക്യാമറ ഫൂട്ടേജും എല്ലാം പരിശോധിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വേറൊരു കാര്യമുണ്ട്. ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരിക്കേഡ് തകരുന്നതിന് മുന്നേ ഒരു 4-5 യുവാക്കൾ അതുവഴി ഓടിയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നു. അതിനുശേഷം ആൾക്കാർ പാനിക്കായി. അതാണ് ഈ ബാരിക്കേഡ് തകരാൻ കാരണം. അതിനുശേഷം ഉണ്ടായ സ്റ്റാമ്പേഡിലാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും അത് അന്വേഷിക്കുകയാണ്. അവിടെ എല്ലാ AI ക്യാമറ എല്ലാ സിസ്റ്റം വെച്ച് അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുംഭമേള തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റിസ്വി എന്ന് പറയുന്ന ഭൂലോക സുഡാപ്പി പറഞ്ഞു ഈ കുംഭമേള നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന് കത്തയച്ചു. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആ കത്ത് 2ആയി കീറി ചവറ്റൂട്ടിയിൽ എറിഞ്ഞു. പിന്നെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ റിസ്വി സുഡാപ്പി പറഞ്ഞു ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ഏകദേശം 54-55 ഏക്കർ ഭൂമി വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു. അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ത് പണിയെടുത്തെന്ന് അറിയോ, വഖഫിൻ്റെ ആണെങ്കിൽ താൻ പറയുന്നതിന് തെളിവ് കാണിക്കുക, തൻ്റെ കയ്യിൽ എന്ത് ഡീറ്റെയിൽസ് അല്ലേ, തൻ്റെ കയ്യിൽ എന്തെങ്കിലും റവന്യൂ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കാണിക്കുക, ഇല്ലെങ്കിൽ താൻ വിവരം അറിയുന്നില്ല മറുപടിയാണെന്ന് യോഗി ആദിത്യനാഥ് കൊടുത്തിരുന്നു. അപ്പോൾ 30 ദിവസം സമയം കൊടുത്തിരിക്കുകയാണ്. പ്രയാഗ്രാജിലെ ഭൂമി 53 ഏക്കർ ഭൂമി വഖഫിൻ്റേതാണെന്നില്ല കാണിക്കാൻ വേണ്ടി ഈ റിസ്വി സുഡാപ്പിക്ക് യോഗി ആദിത്യനാഥ് സമയം കൊടുത്തിരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ വാലിഡ് റവന്യൂ ഡീറ്റെയിൽസ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ റിസ്വി സുഡാപ്പിനെ തൂക്കിയെടുത്ത് അകത്തിടും. എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ പല വഴികളും നോക്കുക. അതിനുശേഷം അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു കുംഭമേള നടക്കുന്നതിനിടയിൽ തന്നെ യോഗിയുടെ തലവെട്ടും, കുംഭമേള കലക്കും, ബിസ്മി ചൊല്ലി യോഗിയുടെ തലവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികളൊക്കെ മുഴക്കി. അപ്പോൾ ഇവന്മാർ 2-3 ഭീഷണി മുഴക്കി 2-3 ആൾക്കാരുടെ വീടൊക്കെ യോഗി ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാ ദേശീയ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനാലും ഇവന്മാരെ ഈ അതായത് ഈ അപകടത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഈ സുഡാപ്പികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം അപകടം നടന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ടാണ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സുഡാപ്പിയുടെ കാര്യം കട്ടപ്പുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ സോഷ്യൽ മീഡിയ ആഹ്ലാദം നടത്തിയ എല്ലാ ടീമിനെയും അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സൈബർ പോലീസ് ഇവന്മാരൊക്കെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുംഭമേള കലക്കുക എന്നുള്ള ഒറ്റൊരു ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക്. അതിൻ്റെ എന്താ പറയുക, അതൊന്നും നടക്കാതെ വന്നപ്പോൾ ടെൻറ്റിന് തീപിടിച്ചപ്പോൾ ആദ്യം തീപിടിച്ചില്ല 2-3 ദിവസം മുന്നേ, അതൊക്കെ ഇവർ ഭയങ്കര ആഘോഷമാക്കി. കേരളത്തിലെ സുഡാപ്പികളും അവർക്കൊപ്പം ചേർന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാരും അന്ന് തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു തീ പിടിച്ചപ്പോൾ ആരും തട്ടിപ്പോയില്ലേ എന്നൊക്കെ. അപ്പോൾ ഇന്ന് അവർ ആഘോഷമാക്കി. കുറച്ചാൾ മരിച്ചെന്ന ന്യൂസ് കണ്ടപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. ആനന്ദ നൃത്തം ചവിട്ടാണ് ഈ സുഡാപ്പികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സുഡാപ്പികളും അവിടുത്തെ സുഡാപ്പികളും. എന്തിനേലും കാത്തിരിക്കാം. യോഗി ആദിത്യനാഥ് ഈ ഒരു സംഭവങ്ങളൊന്നും അടങ്ങിയതിന് ശേഷം ഇവന്മാർക്കുള്ള പണി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യോഗിയുടെ പോലീസ് അത് പറഞ്ഞിട്ടുണ്ട്, പണി പുറകെ വരുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.